വാൽപ്പാറ ദുരന്തത്തിൽപ്പെട്ടവർക്ക് വേദനയോടെ വിട നൽകി നാട്. പരിക്കേറ്റ 4 പേരിൽ 3 പേരുടെ നില ഗുരുതരമായി തുടരുന്നു. സ്കൂളിൽ പകരം അധ്യാപകരെ നിയമിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി. നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട് പുതിയ ദൃശ്യങ്ങൾ പുറത്ത്. പ്രിൻസിപ്പാൾ കയർക്കുന്ന ദൃശ്യങ്ങൾ മരണത്തിന്റെ തൊട്ടു മുൻപുള്ളത്. കേസിൽ ലോണാപ്പ് നടത്തിപ്പുകാരായ 3 പേരെ സാഹസികമായി പിടിച്ച് പോലീസ്. അഞ്ചരക്കണ്ടി കോളേജിലെ ഓർത്തോഡോന്റിക്സ് വിഭാഗത്തിലെ എല്ലാ ജീവനക്കാരും രാജിവെച്ചു. പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷം ഉരുണ്ടുകൂടുന്നു. ഉപരോധം പിൻവലിച്ചില്ലെങ്കിൽ ഹോർമുസ് വീണ്ടും അടയ്ക്കുമെന്ന ഭീഷണിയുമായി ഇറാൻ. രണ്ടാംഘട്ട ചർച്ച പരാജയപ്പെട്ടാൽ വെടിനിർത്തൽ കാലയളവ് നീട്ടില്ലെന്ന് ട്രംപ്. ഇറാനുമേലുള്ള ഉപരോധം നീളുമെന്നും മുന്നറിയിപ്പ്. കൊടും ചൂടിൽ ചുട്ടുപൊള്ളി കേരളം. താപനില ഉയർന്നു നിൽക്കുന്നത് അസഹനീയമായ ചൂടിന് കാരണമാകുമെന്ന കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. എൽനിനോ പ്രതിഭാസം വേനൽ മഴ കുറയ്ക്കുമെന്നും മുന്നറിയിപ്പ്. വനിതാ സംവരണ ബിൽ പരാജയപ്പെട്ടതിന് പിന്നാലെ രാജ്യത്തെ അഭിസംബോധന ചെയ്യാൻ പ്രധാനമന്ത്രി. അഭിസംബോധന രാത്രി 8:30. ബില്ലിൽ ഇന്നും ഭരണ പ്രതിപക്ഷ പോര്. ജനാധിപത്യത്തിന്റെ വിജയമെന്ന് പ്രതിപക്ഷം സ്ത്രീകളുടെ രോഷം നേരിടേണ്ടി വരുമെന്ന് BJP. കുംഭമേളയിലെ വൈറൽ പെൺകുട്ടിയെ അറസ്റ്റ് ചെയ്യാൻ കേരള പോലീസ് ഇല്ല. കോടതി ഉത്തരവുണ്ടെന്ന് മധ്യപ്രദേശ് പോലീസിനെ അറിയിച്ചെന്ന് കമ്മീഷണർ. സുരക്ഷ ഒരുക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുത്തിട്ടില്ലെന്നും പോലീസ്. കേരളത്തിൽ ഹിന്ദു പെൺകുട്ടികൾ വേട്ടയാടപ്പെടുന്നുവെന്ന് VHP. വിഷുവാശംസാ പോസ്റ്ററിൽ ശ്രീകൃഷ്ണനെ അപമാനിച്ചതിൽ പ്രതിഷേധം തുടരുന്നു. ചേർത്തലയിൽ ഹോട്ടലിന് പോലീസ് സുരക്ഷ. മാപ്പ് പറഞ്ഞ് ഹോട്ടൽ ഉടമകൾ. മാപ്പിൽ തീരില്ലെന്നും കർശന നടപടി വേണമെന്നും VHP.